ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുട്ടി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മടക്ക് പൊറാട്ടേൻ്റെ. ഇത് ചിലയിടത്ത് സാദാ പൊറാട്ടയെന്നും പറയും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ആ ഒരു റെസിപ്പി നിങ്ങളെ കൂടെ കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളേ. ഞാൻ പൊറോട്ടേൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രൈ മാതിരിയല്ല, കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് പൊലിപ്പിച്ച് ആ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഞാൻ ആട്ട എടുത്തിരിക്കുന്നതേ 1 ഗ്ലാസ്സാണേ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 4 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മതി കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആട്ട കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. എന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കുകയെ. ആ കുഴയ്ക്കുന്ന സമയത്തെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളത്തിലൊന്നുമല്ല, സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ആ കയ്യിലൊട്ടാത്തൊരു സ്റ്റേജില്ലേ, അതുവരെ നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ചൊഴിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഇതണക്ക് ഓരോരോ ബോളുകളാക്കി വെച്ചിട്ടാ. ഇന്നും പൊറാട്ട ഉണ്ടാക്കുന്നത് ഏട്ടനാണേ. ഏട്ടനാണെന്നില്ലേ നല്ല ഭംഗിയായിട്ട് പരത്തും കേട്ടോ. നല്ല ഷേപ്പിന് ചെയ്ത് തരുവേ. ഇതിപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴേ മറ്റേ ഉഗാണ്ടയുടെയൊക്കെ ഭൂപടം പോലെ ആയിപ്പോവേ. ഒരു ഭാഗം നീണ്ടും ഒരു ഭാഗം ചെറുതുമാക്കി ആയിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഉണ്ടാക്കുമ്പം ഈ റൗണ്ട് ഭാഗവും നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ. ഏട്ടനാകുമ്പോൾ ഇത് കണക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ഇങ്ങനെ പരത്തി തരുവേ. ഈ നെയ്യ് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണേ. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പാലിൽ നിന്ന് കുറച്ച് പാൽപ്പാട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണേ. ഇതിപ്പോൾ ഞങ്ങൾ കുറേ കാലമായി വീട്ടിൽ നെയ്യൊക്കെ വാങ്ങിച്ചിട്ട്. ഇത് വീട്ടിലെ എല്ലാ കാര്യത്തിനും തികയും കേട്ടോ. എങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഭാഗമില്ല, അവിടെ ഇതുപോലെ നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മടക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫോൾഡും കൂടെ ആക്കിയിട്ട് അവിടെ നെയ്യ് തടവും കേട്ടോ. എന്നിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇതാകുമ്പോഴേ നമ്മൾ ആ വെന്ത് കഴിയുമ്പോൾ ഇത് ഓരോ ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പരത്താൻ തുടങ്ങിയപ്പോഴേ ഞാൻ തവ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേഗം നമുക്ക് ചുട്ടെടുക്കാമല്ലോ. ഏട്ടൻ സ്പീഡിന് ഇതുപോലെ പരത്തി തരും കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് ഒരു ട്രയാങ്കിളാണ് കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഭാഗത്തും ഇത് കണക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നെയ്യ് പരട്ടി കൊടുക്കണേ. നെയ്യ് പരട്ടി കൊടുത്തിട്ട് നമ്മുടെ ചട്ടുകമില്ലേ, അത് വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ചട്ടുകമല്ല, ഇപ്പോൾ എന്ത് സാധനം ആണെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളിലെല്ലാം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമുക്കിതിപ്പോൾ ഓരോ ലെയറായിട്ട് ഇളക്കിയെടുക്കാമേ. ഇതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരുപാട് ഇഷ്ടമാണേ. മോനാന്നേലേ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലെയറായിട്ട് ഇളക്കിയാട്ടോ കഴിക്കുന്നത്. ഇതിപ്പോൾ ആൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നെയ്യ് തടവി കൊടുക്കുന്നത്. ഇപ്പം നെയ്യ് വേണമെന്നില്ലെങ്കിൽ മറ്റേ റിഫൈൻഡ് ഓയിലോ മറ്റേ വെളിച്ചെണ്ണയൊക്കെ ഇതിൽ പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാവും കേട്ടോ. ഇതുപോലെ റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് തടവി കൊടുത്താൽ മതി. ഈ പൊറാട്ടേൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റേ തൈരോ പിന്നെ ഡാലില്ലേ, അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അത് നമ്മുടെ പ്ലാവൊക്കെ ഇല്ലേ, പ്ലാവിലേക്ക് പണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാനൊക്കെ കോട്ടിയെടുക്കത്തില്ലായിരുന്നോ, അതേ രീതിയിൽ ഈ പൊറാട്ട ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് ഈ തൈരൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കണം. സൂപ്പർ ടേസ്റ്റാട്ടോ. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇങ്ങനെ ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിൽ തന്നെ ഇതങ്ങ് സെറ്റായി കിട്ടും. തീ വെക്കുമ്പോഴേ കൂടിപ്പോകാതിരിക്കാൻ നോക്കണേ. ഒരു മീഡിയം തീ മതി കേട്ടോ. അതിലിങ്ങനെ ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പൊറാട്ട റെഡിയായേ. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ലക്കിക്ക് ഇതുപോലെ പൊറാട്ട കൊടുക്കുമ്പോൾ അവൻ ഇതുപോലെ ഇളക്കി കഴിക്കുവേ. ഇതിപ്പം ചിക്കനൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ തൈരും ഡാലും ഒക്കെ, ആ ഡാലിൻ്റെ മുകളിൽ ഒരു 2-3 തുള്ളി നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. പൊളി ടേസ്റ്റാണ്, പറയാൻ പറ്റത്തില്ല കേട്ടോ. അമ്മാതിരി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ആ തൈര് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.